ജൂലൈ 3, 2024 ഇന്ത്യൻ ഓഹരി വിപണിയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാനമായ ദിനമാണ് അന്ന്. ചരിത്രത്തിലാദ്യമായി ഇന്ത്യൻ ഓഹരി വിപണിയായ സെൻസെക്സ് 80,000 കടന്നത് ഈ ദിവസമാണ്. കഴിഞ്ഞ ഡിസംബർ 11 70,000 തൊട്ട വിപണി 80,000-ലെത്താൻ എടുത്തത് വെറും 7 മാസങ്ങൾ. എന്താണ് ഇന്ത്യൻ വിപണിയുടെ ഈ അത്ഭുത കുതിപ്പിന് പിന്നിൽ? അത്ര സുരക്ഷിതമാണോ ഇപ്പോഴത്തെ ഈ പോക്ക്? ഏപ്രിൽ മെയ് മാസങ്ങളിലെ നേരിയ ഇടിവിന് ശേഷം ഓഹരി വിപണി പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. മുഖ്യമായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ് വിപണിക്ക് കരുത്തു പകരുന്നത്. മോദി സർക്കാർ 3ാം വട്ടവും ഭരണത്തിലെത്തി എന്നത് തന്നെയാണ് വിപണിയുടെ നേട്ടത്തിന് പിന്നിൽ. പ്രമുഖ വകുപ്പുകളിലെല്ലാം BJPയുടെ തന്നെ മന്ത്രിമാർ തുടരുന്നുവെന്നതും ഒരു ഘടകം. പ്രത്യേകിച്ച് ധനകാര്യമന്ത്രിയായി നിർമ്മല സീതാരാമൻ, റോഡ് വികസന മന്ത്രിയായി നിതിൻ ഗഡ്കരി, പ്രതിരോധത്തിൽ രാജ്നാഥ് സിംഗ് എന്നിങ്ങനെ. അതിനാൽ തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ നയങ്ങളെല്ലാം മാറ്റമില്ലാതെ തുടരുമെന്നാണ് വിപണിയുടെ ഒരു വിലയിരുത്തൽ. ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെ 7ാമത്തെ ബജറ്റിൽ പ്രതീക്ഷയർപ്പിക്കുന്നുണ്ട് ഇപ്പോഴത്തെ വിപണി. ജൂലൈ 23 കേന്ദ്ര ബജറ്റ് വരെയും ഈ റാലി തുടരുക തന്നെ ചെയ്യും. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വിദേശ നിക്ഷേപം ധാരാളമായി എത്തിയത് തന്നെയാണ് ഇപ്പോഴത്തെ ഓട്ടത്തിന് മറ്റൊരു കാരണം. NSDLന്റെ കണക്കുകൾ പ്രകാരം ഈ സാമ്പത്തിക വർഷം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഒഴുകിയ വിദേശ നിക്ഷേപത്തിൻ്റെ അളവ് 1 ലക്ഷം കോടി കടന്നു. 3 മാസം കൊണ്ടെത്തിയത് 1,03,934 കോടി രൂപയുടെ വിദേശ നിക്ഷേപമാണ്. ജൂലൈയിലെ ആദ്യ ആഴ്ചയിൽ മാത്രം എത്തി 7,962 കോടി രൂപ. തിരഞ്ഞെടുപ്പ് ഫലം വിദേശ നിക്ഷേപകരുടെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള താൽപ്പര്യവും ഉയർത്തിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് നടന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇന്ത്യൻ വിപണിയിൽ നിന്ന് വലിയ തോതിൽ വിദേശ നിക്ഷേപകർ നിക്ഷേപം പിൻവലിച്ചിരുന്നു. ഇത് വിപണിയിൽ വലിയ തോതിൽ വിൽപ്പന സമ്മർദ്ദം ഉണ്ടാക്കുകയും ചെയ്തു. ഏപ്രിൽ മാസത്തിൽ 8,671 കോടിയും മെയ് മാസത്തിൽ 25,586 കോടിയുമാണ് ഇന്ത്യൻ വിപണിയിൽ നിന്ന് പിൻവലിക്കപ്പെട്ട വിദേശ നിക്ഷേപം. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ജൂണിൽ 26,565 കോടിയാണ് വിദേശ നിക്ഷേപമായി തിരികെ എത്തിയത്. GDP വളർച്ച, ബാങ്കുകൾ വായ്പ നൽകുന്നതിൽ സ്വീകരിച്ച ഉദാര സമീപനം എന്നിവയും വിപണിയെ സ്വാധീനിക്കുന്നുണ്ട്. HDFC ബാങ്കിന്റെ വെയിറ്റേജ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെടുത്തതും വിപണിയിൽ നിർണായകമായി. കഴിഞ്ഞ കുറച്ചു കാലമായി അനങ്ങാതെ കിടന്നിരുന്ന ബാങ്കിന്റെ ഓഹരി വില ഇതിലൂടെ ഉയർന്നു. $4 ബില്യൺ ഓഹരി നിക്ഷേപം വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സൂചികകൾ ഇങ്ങനെ കുതിച്ചു കയറുന്നത് സുരക്ഷിതമാണോ? നിക്ഷേപകർ കരുതിയിരിക്കണമെന്ന് തന്നെയാണ് ഉപദേശം. ചൈനയുടെ വിപണി ഇപ്പോൾ ഒന്ന് ഇടിഞ്ഞിട്ടുണ്ട് എന്നത് ഇന്ത്യൻ വിപണിക്ക് ഗുണകരമായിട്ടുണ്ട്. അതിനാൽ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ചൈനയേക്കാൾ ഇപ്പോൾ പ്രിയം ഇന്ത്യൻ വിപണിയാണ്. എന്നാൽ റഷ്യൻ പ്രസിഡന്റ് പുടിൻ അടുത്ത കാലത്ത് നടത്തിയ ചൈന, വടക്കൻ കൊറിയ സന്ദർശനങ്ങളുടെ അനന്തരഫലം വരാനിരിക്കുന്നതേയുള്ളൂ. ഇവർക്കിടയിൽ പുതിയ വ്യാപാര ബന്ധം ശക്തമായാൽ വീണ്ടും ചൈനീസ് മാർക്കറ്റ് സജീവമാകും. അതോടെ വിദേശ നിക്ഷേപങ്ങൾ വീണ്ടും ചൈനയിലേക്ക് ഒഴുകിയേക്കാം. മാത്രമല്ല, നിഫ്റ്റി 50 ഇൻഡെക്സാണ് വിപണിയുടെ അടിസ്ഥാനമായി നാം എടുക്കുന്ന ബെഞ്ച് മാർക്ക്. എന്നാൽ ഈ 50ഉം ഒരുപോലെ ലാഭത്തിലല്ല. ചിലവ വലിയ നേട്ടത്തിലാണ് എന്നതാണ് വിപണിയെ മുന്നോട്ട് കുതിപ്പിക്കുന്നത്. പല സ്ഥാപനങ്ങളുടെയും ഓഹരികളുടെ വാല്യുവേഷൻ യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതലാണ്. വാല്യുവേഷൻ പെരുപ്പിച്ച് വിപണിയിൽ വിൽപ്പന നടക്കുന്നുവെന്നതും വിപണിയുടെ ബുള്ളിഷ് സ്വഭാവത്തിന് കാരണമാണ്. ഏതൊരു സമയത്തും ഒരു തിരുത്തൽ വിപണിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഉയർന്ന GDP വളർച്ചയുടെ കാലത്തും ഇന്ത്യൻ വിപണി ഇടിഞ്ഞ ചരിത്രം നമുക്കുണ്ട്. വർത്തമാന സാമ്പത്തിക സാഹചര്യങ്ങളല്ല മാർക്കറ്റിൽ പ്രതിഫലിക്കുക, മറിച്ച് ഭാവിയുടെ പ്രതീക്ഷയാണ്. വിലക്കയറ്റവും വിപണിയിൽ ഇടപെടൽ നടത്തും. അതിനാൽ തന്നെ ചെറിയ ചെറിയ കറക്ഷനുകൾക്ക് വിപണി വൈകാതെ വിധേയമായേക്കും.